കേരളത്തിലെ രണ്ടാമത്തെ റീച്ചായ ചെങ്കള മുതൽ നീലേശ്വരം വരെയുള്ള വർക്കിന്റെ പ്രധാനപ്പെട്ട ഡ്രോൺ ഷൂട്ട് വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. മെഗാ കമ്പനിയാണ് ഈ ഒരു പ്രദേശത്ത് വർക്ക് എടുത്തത്. ഒരുപക്ഷെ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ സമരങ്ങൾ നടന്ന ഒരു പ്രദേശവും കൂടിയാണ് ഈ ചെർക്കള റീച്ചിന്റെ തൊട്ട് മുന്നേ. അവിടെ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള പ്രദേശത്ത് ഒരു അണ്ടർ പാസേജ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ, അതുപോലെ തെക്കിൽ പാലം തുടങ്ങിയ പ്രദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഡ്രോൺ വീഡിയോസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ചെർക്കള ഭാഗത്ത് അണ്ടർ പാസേജ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ സമരം നടത്തിയിരുന്നു. നമ്മുടെ മെഗാ കമ്പനിയുടെ അങ്ങനെ ഒരു അണ്ടർ പാസേജ് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തിയിരുന്നെങ്കിലും അപ്പം അതിനുശേഷം ആളുകൾക്ക് ക്രോസ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു സംവിധാനമാണ് നൽകിയത്. ഇതിനകത്ത് ഇരുചക്ര വാഹനങ്ങൾക്കൊന്നും പ്രവേശിക്കാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ആളുകൾക്ക് പാസ് ചെയ്യാനുള്ള ഒരു സംവിധാനം മാത്രം, ഒരു ഡ്രൈനേജിൻ്റെ വലുപ്പത്തിലുള്ള ഒരാൾ ഹൈറ്റിലുള്ള ഒരു പാസേജാണ് നൽകിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഭാഗം എലിവേറ്റഡ് ഹൈവേ ആയിട്ടാണ് കടന്നു പോകുന്നത്. ഇവിടെയൊക്കെ 3 വരിയുടെ കോൺക്രീറ്റിങ് കഴിഞ്ഞു. ചെർക്കള ടൗണിൽ നിന്ന് നമ്മളെ ദേശീയപാത കുറച്ച് ഡൈവേർട്ടായിട്ട് ടേൺ ചെയ്തിട്ടാണ് പോകുന്നത്. നല്ല രീതിയിൽ ബെൻഡുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഭാഗം എലിവേറ്റഡ് ഹൈവേ ആയിട്ടാണ് നമ്മുടെ ദേശീയപാത 6 വരിപ്പാത കടന്നു പോകുന്നത്. അപ്പോൾ അതിൻ്റെ 3 വരിയുടെ പില്ലറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് കുറേ പില്ലറിൻ്റെ മുകളിൽ ഗേഡറുകളൊക്കെ ലോഞ്ച് ചെയ്തു, ഷട്ടറിങ് വർക്ക് ചെയ്തു. ഇനി അടുത്ത 3 വരിയുടെ പില്ലറിൻ്റെ വർക്കാണ് നടക്കാനുള്ളത്. ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എലിവേറ്റഡ് ഹൈവേ ഈ കാണുന്ന ഗ്രൗണ്ടൊക്കെ ഇതൊക്കെ മണ്ണ് മെഗാ കമ്പനി എടുത്തതാണ്. അവരുടെ ദേശീയപാതയുടെ വർക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മെഗാ കമ്പനി നീക്കം ചെയ്ത മണ്ണുകളാണ് നമ്മളിവിടെ കാണുന്നത്. വലിയൊരു ഗ്രൗണ്ടാക്കി തന്നെ ഈ ഒരു പ്രദേശം മെഗാ കമ്പനി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഒരു ഡ്രോൺ ഷൂട്ട്, ചെറിയൊരു ഡ്രോൺ ഷൂട്ടാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മളെ ചാനൽ കാണുന്ന ഓരോ ആളുകളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾ പ്രവാസികളായ ആളുകളിലേക്ക് ഒരുപാട് നാട്ടിലെ വികസന കാഴ്ചകളും നാട്ടിലെ റോഡിൻ്റെ കാഴ്ചകളും വർക്കിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. അവർക്കിലേക്കൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക. കേരളത്തിലെ രണ്ടാമത്തെ റീച്ചാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ചെങ്കള മുതൽ നീലേശ്വരം വരെയാണ് ഈ ഒരു റീച്ച് വരുന്നത്. ചെർക്കള സെൻട്രൽ സ്കൂളിന്റെ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു പ്രദേശമാണ്. ഈ ചെർക്കള ടൗണുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിലെയൊക്കെ എലിവേറ്റഡ് ഹൈവേ ആയിട്ടാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഒരു എലിവേറ്റഡ് ഹൈവേയിൽ ഇപ്പോൾ നല്ല രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കുകളും പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഒരുപക്ഷെ നമ്മൾ 6 വരി പാത വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന, അതോടൊപ്പം തന്നെ വികസനം നടക്കാൻ പോകുന്ന ഒരു പ്രദേശമായിരിക്കും ചെർക്കള ഈ ഒരു ടൗൺ എന്ന് പറയാൻ പറ്റും. കാരണം മറ്റൊന്നുമല്ല, ഈ എലിവേറ്റഡ് ഹൈവേ ആയിട്ട് കടന്നു പോകുന്നത് കൊണ്ടാണ്. അപ്രോച്ച് റോഡല്ലാതെ എലിവേറ്റഡ് ഹൈവേ ആയിട്ട് കടന്നു പോകുന്നത്. ഇരു സൈഡുകളിലുള്ള ടൗണുകൾക്കും യാതൊരു കോട്ടവും അവിടെയുള്ള കച്ചവടങ്ങൾക്കോ സംഭവിക്കില്ല. പകരം നല്ല ബിസിനസ്സുകൾ കൂടി വരാനാണ് സാധ്യത. മറ്റൊന്നുമല്ല, ഈ ബാംഗ്ലൂര്, അതോടൊപ്പം തന്നെ പറയാൻ കാരണം മറ്റൊന്നുമല്ല, ബാംഗ്ലൂര്, പുത്തൂര്, കർണാടക തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ പോകുന്ന ഹൈവേ കൂടി മെർജ് ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഇവിടെ അണ്ടർ പാസേജും അതോടൊപ്പം തന്നെ എലിവേറ്റഡ് ഹൈവേ ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഇവിടെയുള്ള പ്രദേശത്തുള്ള കച്ചവടങ്ങൾക്കോ ബിസിനസ്സുകൾക്കോ യാതൊരു കോട്ടമൊന്നും തട്ടാൻ സാധ്യതയില്ല. ഇപ്പം നിലവിൽ ട്രാഫിക് ബ്ലോക്കുകൾ, സർവീസ് റോഡിന്റെ വർക്കുകളൊക്കെ പൂർണ്ണമായി തീരാത്തതുകൊണ്ട് ട്രാഫിക് ബ്ലോക്കുകളും പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു ചെർക്കള സെൻട്രൽ സ്കൂളിന്റെ ആ ഒരു ഭാഗത്ത് അണ്ടർ പാസേജ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെയുള്ള നാട്ടുകാർ, അവിടെയുള്ള വിദ്യാർത്ഥികൾ, സ്കൂളിലെ വിദ്യാർത്ഥികളെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള സമരങ്ങളൊക്കെ നടന്നിരുന്നു. അതിനുശേഷമാണ് ഒരു അണ്ടർ പാസേജ്, ആളുകൾക്ക് നടന്നു പോകാനുള്ള ഒരു അണ്ടർ പാസേജ് ഇവിടെ അനുവദിക്കപ്പെട്ടത്. മെഗാ കമ്പനിയാണ് ഇപ്പോൾ ഇവിടെ നിലവിൽ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ചെർക്കള മുതൽ ചട്ടഞ്ചാല് വരെ വലിയ ടാസ്ക്കാണ് മെഗാ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. കാരണം വലിയ കുന്നുകളും പ്രദേശങ്ങളൊക്കെ കടന്നു പോകുന്ന ഒരു പ്രദേശമാണ് ഈ ഒരു ചട്ടഞ്ചാല് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മെഗാ കമ്പനിക്ക് കിട്ടിയിരിക്കുന്ന റീച്ചുകളിൽ ഏറ്റവും വലിയ റിസ്ക്കുള്ള ഒരു വർക്ക് തന്നെയാണ് ഇപ്പോൾ അവർ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇതിന് മുന്നേ ഈ ഒരു ചട്ടഞ്ചാല് പ്രദേശത്തൂടെ, ആ ഒരു പ്രദേശത്തൂടെയൊക്കെ യാത്ര ചെയ്ത ആളുകൾക്കറിയാം, പല പ്രാവശ്യവും മണ്ണിടിച്ചിൽ, അതോടൊപ്പം തന്നെ അപകടങ്ങളൊക്കെ നടന്ന ഒരു പ്രദേശമാണ്. ഇപ്പോൾ ഈ മഴക്കാലത്ത് മെഗാ കമ്പനി ഈ ഒരു പ്രദേശത്ത് വർക്ക് എടുക്കുന്ന സമയത്തും
നല്ല രീതിയിലുള്ള മണ്ണിടിച്ചിൽ നടന്നിരുന്നു. അതോടൊപ്പം തന്നെ അത്തരം മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ സമരവും നടന്നിരുന്നു. അങ്ങനെ കലക്ടർ ഇടപെട്ടുകൊണ്ട് രാത്രി കാലങ്ങളിൽ യാത്ര നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ മൂന്നാമത്തെ റീച്ചും നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ഈ രണ്ടാമത്തെ റീച്ച് കഴിഞ്ഞ് അടുത്ത മൂന്നാമത്തെ തളിപ്പറമ്പ് റീച്ചും ഈ മെഗാ കമ്പനിക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അവിടെയും വലിയൊരു ടാസ്ക് തന്നെയാണ്. ചട്ടഞ്ചാലി, ബേബിഞ്ച തുടങ്ങിയ പ്രദേശമൊക്കെ കടന്നു പോകുന്ന ഒരു പ്രദേശമാണ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കൂറ്റൻ വയനാട് ചുരത്തിന് സമാനമായ ഒരു പ്രദേശം. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിഗരറ്റ് പെട്ടി പോലെയുള്ള കാര്യങ്ങൾ. ഇതൊക്കെ കംപ്ലീറ്റ് ഗേഡറുകൾ, മെഗാ കമ്പനി കംപ്ലീറ്റ് ഗേഡറുകളൊക്കെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചൊരു കാഴ്ചയാണ്. ഈ ചുരം പോലെയുള്ള പ്രദേശത്തൂടെയാണ് നമ്മൾ മണ്ണിടിച്ചുകൊണ്ട് പുതിയ എലിവേറ്റഡ് ഹൈവേ കൂറ്റൻ പില്ലറുകളിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ആ മണ്ണിടിച്ചിൽ, മഴക്കാലത്ത് മണ്ണ് ഇടിച്ചത് കൊണ്ടാണ് ഈ പ്രദേശത്ത് മണ്ണിടിച്ചിലൊക്കെ നടന്നത്. അപ്പോൾ അതേപോലെ തന്നെ സോയിൽ നെയിൽ ചെയ്തിട്ടുണ്ട്. സോയിൽ നെയിലിംഗ് ചെയ്തത് ഇവിടെ അശാസ്ത്രീയമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള നാട്ടുകാരൊക്കെ സമരം ചെയ്തതിന് ശേഷം രാത്രി കാലങ്ങളിൽ ഇവിടെ വാഹനങ്ങൾ പോകുന്നത് താൽക്കാലികമായി സ്റ്റോപ്പ് ചെയ്തത്. എന്തായാലും നമ്മൾ ഈ കാസർഗോഡ് റീച്ചിൽ ഫസ്റ്റ് റീച്ചും അതോടൊപ്പം തന്നെ രണ്ടാമത്തെ റീച്ചിന്റെ കുറേ ഭാഗങ്ങളും പിന്നെ നമുക്ക് ഏകദേശം 2025 തീരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിലവിലെ ദേശീയപാതയുടെ സമയം കൊടുത്ത് 2025 മെയ് മാസം വരെയുള്ള സമയമാണ്. മണ്ണിടിച്ചിൽ നടന്ന ചില പ്രദേശങ്ങൾ നമ്മൾ ഈ വീഡിയോനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പം നമ്മളെ ചെർക്കളയിൽ എലിവേറ്റഡ് ഹൈവേയുടെ വർക്ക് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മണ്ണുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂറ്റൻ പില്ലറുകൾ ആണ് കടന്നു പോകുന്നത്. നമ്മളെ കാസർഗോഡുള്ള ഈ ചെർക്കള ഭാഗം നമ്മളെ വയനാട്, ഒരു മിനി വയനാട് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന കുന്നുകൾ പ്രദേശങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ വയനാട് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. ആ രീതിയിലാണ് ഈ ചെർക്കള പ്രദേശം. ഇവിടെ കുറച്ച് ടാസ്കോട് കൂടിയിട്ടുള്ള വർക്കാണ്. നല്ല ആഴത്തിലുള്ള, നല്ല ഹൈറ്റിലുള്ള പില്ലറുകളൊക്കെയാണ് ഇവിടെ ആവശ്യം. അപ്പോൾ നമ്മളെ ചെറുക്കളി ഭാഗത്ത് കംപ്ലീറ്റ് കുന്ന് ഇടിച്ചിട്ടാണ് ഇപ്പോൾ ഹൈവേ നിർമ്മിച്ചത്. പഴയ ഹൈവേ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിരുന്നു പഴയ ഹൈവേ ഉണ്ടായത്. ഇപ്പോൾ റൈറ്റിലോട്ട് കൂട്ടിയെടുത്താണ്. അപ്പോൾ അതേപോലെ ഇവിടെയൊക്കെ നമ്മളെ സോയിൽ നെയിലിങ്, വലിയ കുന്നിടിച്ചതിന് ശേഷം സോയിൽ നെയിലിംഗ് ഒക്കെ ചെയ്തൊരു കാഴ്ചയാണ്. ഇവിടെയൊക്കെ സ്ലോപ്പായിട്ടാണ് കുറേയൊക്കെ സോയിൽ നെയിലിംഗ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മെഗാ കമ്പനി തന്നെയാണ് ഈ പ്രദേശത്തൊക്കെ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നമ്മൾ വയനാട് ചുരം പോലെ തന്നെ തോന്നിപ്പിക്കുന്ന രീതിയിൽ കുന്നുകളും അതോടൊപ്പം തന്നെ ടേണിങ്ങുകളും ചുരങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ എക്സ്കവേഷൻ, ഡീപ്പ് എക്സ്കവേഷൻ നടന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് മണ്ണ് ഇവിടെ എടുക്കാൻ ബാക്കിയുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ബ്രിഡ്ജ്, അവിടെ കുറച്ച് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. പിന്നെ വർക്കേഴ്സിനല്ല, പെട്ടെന്ന് നമ്മൾ വർക്കേഴ്സിൻ്റെ ആ ഒരു ടെമ്പററി ലേഡറാണെന്ന് കരുതി. അപ്പോൾ ആ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്, ലേഡറാണത്. അപ്പോൾ ഇവിടെയൊക്കെ കുന്നുകളൊക്കെ തുരന്നിട്ടാണ് ദേശീയപാത നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത്. അതാ നിങ്ങൾ ഒരു മിനി വയനാട് എന്ന് ഇതുകൊണ്ടാണ് നമ്മൾ വിശേഷിപ്പിച്ചത്. കംപ്ലീറ്റ് ചുരങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഇതേപോലെ കുറച്ച് പ്രദേശം സോയിൽ നെയിൽ ചെയ്തിട്ടുണ്ട്. ഇനി കുറേ പ്രദേശം ഇവിടെ നിന്നൊക്കെ മണ്ണ് നീക്കം ചെയ്യാനുള്ളത്. അപ്പോൾ വയനാടിലൂടെ പുതിയ 6 വരി പാത വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും, അതുപോലെയാണ് ഈ ഒരു പ്രദേശത്തൂടെ പുതിയ 6 വരി പാത വന്നാൽ. സ്റ്റാർ നഗർ എന്ന് പറയുന്ന പ്രദേശമാണിത്. ഇവിടെ നേരത്തെ ഒരു പള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ ദേശീയപാത നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ പള്ളിയൊക്കെ പൊളിച്ച് മാറ്റിയതിന് ശേഷം അതിൽ ദേശീയപാത കടന്നു പോകുന്ന ഒരു കാഴ്ചയാണ്. ലെഫ്റ്റ് സൈഡിലൊക്കെ വർക്ക് നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഗേഡറുകളൊക്കെ സ്ഥാപിച്ചു. അതിൻ്റെ മുകളിൽ ഷട്ടറിങ് വർക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. കൂറ്റൻ ക്രെയിനുകളൊക്കെ ഈ ഒരു പ്രദേശത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ചെറിയ ഗേഡറുകൾ, ഇത് ചെറിയ ഗേഡറുകളാണല്ലേ. പഴയ ദേശീയപാതയോട് ചേർന്നിട്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രദേശമൊക്കെ കടന്നു പോകുന്നത്. അപ്പോൾ അടുത്തതായി നമ്മളെ ബേബിഞ്ച എന്ന് പറയുന്ന പ്രദേശമാണ്. ഇവിടെ ലെഫ്റ്റ് കൂടിയിട്ടാണ് പുതിയ ദേശീയപാത കടന്നു പോകുന്നത്. ഇതൊക്കെ പഴയ ദേശീയപാത. അപ്പോൾ അതേ ദേശീയപാതയുടെ ഇരു സൈഡിലുമാണ് ഇപ്പോൾ അക്വയർ ചെയ്ത് 6 വരി പാതയ്ക്ക് വേണ്ടിയിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വൺ സൈഡിൽ ടാർ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തോട് ഇപ്പം നിലവിൽ കടന്നു പോകുന്ന പ്രദേശം മണ്ണടിച്ച് വരുത്താനുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു പാലം വരുന്നുണ്ട്, തെക്കിൽ പാലം.
തെക്കിൽ പാലം എന്നാണ് ഈ ഒരു പ്രദേശത്തിന് പറയാം. നമ്മുടെ മൂരാട് പാലത്തിന് സമാനമായിട്ടുള്ള ആ സ്റ്റൈലിലുള്ള ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പാലം ഇത്. ആ തെക്കിൽ പാലം ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പാലമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഡ്രോൺ ഷൂട്ട് കൂടി, തെക്കിൽ പാലത്തിൻ്റെ ഒരു ഡ്രോൺ ഷൂട്ട് കൂടി നിങ്ങൾക്ക് ഞങ്ങൾ ഈ നമ്മളെ ARS ട്രാവലർ ചെറിയൊരു പീസ് കൂടി നൽകുകയാണ്. നിലവിലെ ഈ തെക്കിൽ പാലം ചന്ദ്രഗിരി പുഴയ്ക്ക് കുറുകയായിട്ടാണ് വരുന്നത്. ഈ തെക്കിൽ പാലം, പുതിയ തെക്കിൽ പാലം വരുന്നത് 5 മീറ്റർ അകലെ മാറി നിന്നുകൊണ്ടാണ് പുതിയ തെക്കിൽ പാലം 6 വരി പാതയുടെ വരുന്നത്. ഇതിനുള്ളിൽ പില്ലറുകളും അതേപോലെ പൈലിങ്ങുകളും സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി തുടക്കത്തിൽ തെങ്ങ് കഷ്ണങ്ങളൊക്കെ പുഴയിൽ നിറച്ചതിന് ശേഷമാണ് ഇവിടെ പില്ലറുകൾ, പൈലിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയത്. ചെങ്കള നീലേശ്വരം റീച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഫ്ലൈ ഓവർ എലിവേറ്റഡ് ഹൈവേ കഴിഞ്ഞു കഴിഞ്ഞാൽ പുഴ ക്രോസ് ചെയ്തു പോകുന്ന ഒരു ആദ്യത്തെ പാലം കൂടിയാണിത്. ബ്രിട്ടീഷ് കമ്പനിയാണ് 1950 തറക്കല്ലിട്ടുകൊണ്ടാണ് ഈ പാലം നിർമ്മിച്ചത്. 1953 ഈ പാലം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അതായത് ഏകദേശം 71 വർഷം പ്രായമുള്ള ഈ പാലത്തിന് നമ്മളെ നിലവിലെ മൂരാട് പാലത്തിൻ്റെയൊക്കെ ഒരു രൂപകൽപ്പനയാണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. വടകരയിലെ മൂരാട് പാലത്തിനോട് സമാനത തോന്നിക്കുന്ന കൈവേരികളാണ് ഈ പാലത്തിനുള്ളത്. അതോടൊപ്പം തന്നെ 71 വർഷം പഴക്കമുള്ള പാലമാണ്. ഈ പാലത്തിലൂടെയാണ് ദേശീയപാതയിലെ വാഹനങ്ങൾ നിലവിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ നമ്മുടെ പുതിയ പാലം 3 വരി പാതയുടെ പാലത്തിന്റെ പണികൾ ഏതാണ്ടൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇതിന്റെ താറിങ്ങിന്റെ വർക്കാണ് ഇതിന്റെ മുകളിൽ നടക്കാനുള്ളത്. ഈ താറിങ് വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ പഴയ പാലം പൊളിച്ചു നീക്കുന്നതാണ്. മൂരാട് പാലത്തിനോട് സമാനമായിട്ടുള്ള ഈ ഒരു പാലമാണെങ്കിലും നമ്മുടെ മൂരാട് പാലത്തിനേക്കാൾ അല്പം കൂടുതൽ വീതിയും എന്നാൽ അല്പം പ്രായവും കുറവുള്ള ഒരു പാലം കൂടിയാണ് തെക്കിൽ പാലം. ഈ തെക്കിൽ പാലവും നമ്മൾ 6 വരി പാതയ്ക്ക് ശേഷം ചരിത്രത്തിന്റെ വിസ്മൃതിയിലേക്ക് മായും എന്ന കാര്യത്തിൽ സംശയമില്ല. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിലനിന്ന പാലം ഇന്നും വലിയ കേടുപാടുകളൊന്നും ഇല്ലാതെ നിലനിന്ന് പോകുന്നുണ്ട് എന്നതും ഇതിന്റെ മാത്രം പ്രത്യേകതയാണ്. നമ്മൾ സോയിൽ നെയിലിംഗ് ചെയ്ത ഭാഗത്ത് മണ്ണിടിഞ്ഞ ഒരു പ്രദേശമാണിത്. ഇവിടെയൊക്കെ സോയിൽ നെയിലിംഗ് ചെയ്തതാണ്. അപ്പോൾ കഴിഞ്ഞ മഴയത്ത് നീരുറവയൊക്കെ പൊട്ടി ഒലിച്ചതിന് ശേഷം സോയിൽ നെയിലിംഗ് ചെയ്ത പ്രദേശങ്ങളൊക്കെ ഒലിച്ചു പോയൊരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ നീരുറവൊക്കെ ഈ കുന്നിൻ്റെ മുകളിൽ നിന്നൊക്കെ നല്ല രീതിയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം സോയിൽ നെയിലിംഗ് പ്രാവർത്തികമല്ല. അതുമല്ല, പ്രത്യേകിച്ച് ഒരു പദമുള്ള മണ്ണാണ് ഈ ഒരു പ്രദേശം. ശരിക്കും ഇവിടെ കോൺക്രീറ്റ് വാളുകളായിരുന്നു വരുന്നത്. കോൺക്രീറ്റ് വാളുകൾക്ക് ഇടയിൽ ചെറിയ ചെറിയ ഹോൾസുകൾ ഇട്ടുകൊണ്ട് വെള്ളം ഒലിച്ചിറങ്ങാനുള്ള ഒരു സാഹചര്യത്തിലുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ രീതിയിൽ സോയിൽ നെയിലിംഗ് ചെയ്ത പ്രദേശങ്ങൾ ഇടിഞ്ഞു പോകില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ, ഈ പ്രദേശത്തുള്ള ആളുകൾ അശാസ്ത്രീയമാണ് ഇവിടെ നമ്മളെ മെഗാ കമ്പനി ദേശീയപാതയുടെ ഈ കുന്നിടിച്ചതിന് ശേഷം വർക്ക് എടുത്തത് എന്ന് ആരോപണം ഉന്നയിച്ചു. അതേപോലെ തന്നെ തെക്കിലെ ഈ ഒരു പ്രദേശത്ത് ഒരുപാട് മണ്ണ് എടുത്തതിന് ശേഷം നമ്മൾ ചുരങ്ങൾ പോലെയുള്ള പ്രദേശങ്ങളിലെ വളവ് നിർത്താൻ വേണ്ടിയിട്ട് ചെറിയ കുഞ്ഞു എലിവേറ്റഡ് ഹൈവേകളായിട്ട് പ്രവേശിക്കുന്നുണ്ട്. ഈ ചുരങ്ങൾ നിങ്ങൾക്ക് ഡ്രോൺ ഷീറ്റുകൾ വയനാട് ചുരത്തിനോട് സാമീപ്യമുള്ള ഒരു പ്രദേശം തന്നെയാണ് തെക്കിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതേപോലെ തന്നെ ഇവിടെ മണ്ണ് എടുക്കുന്ന സമയത്ത് ചില ഭാഗങ്ങളിൽ നല്ല രീതിയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ടേണിങ്ങുകൾ കംപ്ലീറ്റ് നിവർത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു 4 പില്ലറുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 4 അല്ല 5 പില്ലർ. അപ്പോൾ ആ പില്ലറിൻ്റെ മുകളിലൂടെ കുഞ്ഞ് എലിവേറ്റഡ് ഹൈവേ ആയിട്ടാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ദേശീയപാതയുടെ ലെങ്ത്തും ഈ ഒരു പ്രദേശങ്ങളിൽ കുറഞ്ഞു വരുന്നുണ്ട്. ഈ തെക്കിൽ അതേപോലെ തന്നെ ടാറ്റ ഗ്രൂപ്പ് ഇതിനു മുന്നേ നമ്മൾ കൊറോണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഹോസ്പിറ്റൽ ടാറ്റ ഗ്രൂപ്പ് നൽകിയിരുന്നു. അവിടെ കൊറോണ കാലത്ത് ചികിത്സ നടത്താൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ആ കൊറോണയ്ക്ക് ശേഷം ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ആ ഹോസ്പിറ്റലുകളൊക്കെ പൂട്ടിപ്പോയ, അവിടെ പ്രവർത്തനങ്ങൾ നിന്നുപോയ ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സത്യത്തിൽ ടാറ്റ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനി അങ്ങനെ ഒരു ഹോസ്പിറ്റൽ നൽകിയെങ്കിലും അത് നിലനിർത്തി പോകാൻ സർക്കാരിന് കഴിഞ്ഞില്ല എന്നുള്ളത് വലിയൊരു പരാജയം തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെയൊക്കെ മണ്ണിടിച്ചിൽ നടന്ന പ്രദേശത്തൊക്കെ, മണ്ണെടുത്ത പ്രദേശത്തൊക്കെ വെള്ളം കെട്ടിയേക്ക് നോക്കുന്നത് കാണാൻ സാധിക്കും. ഈ ഇത്തരത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്നതാണ് സത്യത്തിൽ ഈ സൈഡ് ഇടിഞ്ഞു പോകാനൊക്കെ പ്രധാന കാരണമായിട്ട് മാറുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ കോൺക്രീറ്റ് വാളുകളൊക്കെ നമുക്ക് നിർമ്മിക്കുന്നത് കാണാൻ സാധിക്കും. ഇതേ രീതിയിൽ റൈറ്റ് സൈഡിൽ ഇപ്പോൾ നിങ്ങൾ സോയിൽ നെയിൽ ചെയ്ത പ്രദേശങ്ങളിൽ അവിടെയും മണ്ണിടിച്ചിൽ നടത്തിയിട്ട് അവിടെയും കോൺക്രീറ്റ് വാള് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടാവില്ലായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിനെ പറ്റി പറയുകയാണെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ നമ്മൾ ആരോഗ്യപരമായ കാര്യത്തിൽ വളരെ പിന്നിലാണ്. അപ്പോൾ ഇത്തരം ടാറ്റ നൽകിയ ഹോസ്പിറ്റലുകളൊക്കെ സർക്കാർ നിലനിർത്താൻ സാധിക്കേണ്ടതുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജ് നമ്മൾ കാസർഗോഡ് എടുത്ത് പരിശോധിച്ചൊക്കെ ആണെങ്കിൽ മെഡിക്കൽ കോളേജിൻ്റെ ഈ പൂർണ്ണമായ പ്രവർത്തനം ഇപ്പോൾ
കാസർഗോഡ് ഈ ഒരു പ്രദേശത്ത് വന്ന ഒരു മെഡിക്കൽ കോളേജ് പൂർണ്ണമായി പ്രവർത്തനം നടക്കുന്നില്ല. 9 മുതൽ ഉച്ച 1 മണി വരെ മാത്രമാണ് ഇപ്പം നിലവിൽ പ്രവർത്തനമൊക്കെ നടക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഹൈവേയുമായി ബന്ധപ്പെട്ട് ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അതും സത്യത്തിൽ കൂടുതൽ ആരോഗ്യ മേഖല കുറച്ചുകൂടി മെച്ചപ്പെടുത്തേണ്ടത് കാസർഗോഡ് ജില്ലയുടെ അനിവാര്യമാണ്. അപ്പോൾ തെക്കിൽ ഈ ഒരു മണ്ണിടിച്ചിൽ കഴിഞ്ഞതിന് ശേഷം കോൺക്രീറ്റ് വാളുകൾ നിർമ്മിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ പ്രശ്നമുണ്ടാക്കി. അതേപോലെ തന്നെ ചട്ടഞ്ചാല് ടൗണ് പ്രദേശങ്ങളിലൊക്കെ നിലവിൽ ഇപ്പോൾ വർക്ക് നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. ഈ തെക്കിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ചട്ടഞ്ചാല് ആ ഒരു പ്രദേശത്തേക്കാണ് ഈ ദേശീയപാത വന്നെത്തുന്നത്. അപ്പോൾ ചട്ടഞ്ചാല് പ്രദേശത്തിന് മുന്നേയുള്ള ചുരങ്ങളും വളവുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെ നല്ല രീതിയിൽ ഹൈറ്റുള്ള ഒരു കുന്ന് ഇടിച്ചത് കൊണ്ടാണ് സത്യത്തിൽ പിന്നെ ഇവിടെ മണ്ണിടിച്ചൽ, സോയിൽ നെയിലിംഗ് ചെയ്ത സമയത്ത് മണ്ണിടിച്ചൽ ഉണ്ടാവാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന്. അതേപോലെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ടാസ്ക് തന്നെയാണ് ഈ കാസർഗോഡ് ജില്ലയിലെ ഈ ചട്ടഞ്ചാല് പ്രദേശങ്ങളിലുള്ള ഈ ഒരു വർക്ക് എന്ന് പറയുന്നത്. 2025 മെയ് മാസത്തിലാണ് വർക്കിൻ്റെ കാലാവധി നൽകിയതെങ്കിലും ഈ ഒരു അവസരത്തിൽ നമുക്ക് തോന്നുന്നില്ല ഈ കമ്പനിക്ക് 2025 മെയ് മാസത്തിനുള്ളിൽ ഇവിടെയുള്ള പ്രദേശത്തുള്ള വർക്ക് കംപ്ലീറ്റ്. കാരണം വലിയൊരു ടാസ്ക് തന്നെയാണ് ഈ ഒരു പ്രദേശത്ത് ദേശീയപാത നിർമ്മിച്ചു കൊണ്ടുപോകുക. പ്രത്യേകിച്ച് ഒരുപാട് വളവുകളും ടേണിങ്ങുകളും ഒക്കെ ഉള്ള. അപ്പോൾ ഫസ്റ്റ് റീച്ചിൽ നമുക്ക് ഈ ചട്ടഞ്ചാല് പ്രദേശങ്ങളിൽ നമ്മൾ ഈ വയനാട് ചുരംപലയിലെ പ്രദേശങ്ങളിലെ മണ്ണൊക്കെ ഇടിച്ച് നിരത്തിയതിന് ശേഷം വലിയ കൂറ്റൻ പില്ലറിൻ്റെ മുകളിൽ കൂടെ വേണം ദേശീയപാത കടന്നു പോകാൻ. അതേപോലെ തന്നെ കോൺക്രീറ്റ് വാളുകൾ നിർമ്മിക്കേണ്ട ആവശ്യമുണ്ട്. അതേപോലെ സോയിൽ നെയിലിംഗ് ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളിൽ മഴക്കാലത്ത് നീരുറവുണ്ടാകുന്നത് കൊണ്ട് തന്നെ അവിടെയുള്ള മണ്ണിടിച്ചിലും നടന്നുകൊണ്ടിരിക്കുന്ന പ്രദേശമുണ്ട്, പ്രയാസമുണ്ട്. അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നിലവിലുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു റീച്ച് 2025 മെയിലും അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. അതേപോലെ രണ്ടാമത്തെ റീച്ചും നമ്മളെ കമ്പനിക്ക് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ റീച്ചിലും കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ തളിപ്പറമ്പ് ആ ഒരു ഭാഗങ്ങളിലുള്ള വലിയ കൂറ്റൻ പില്ലറുകളിൽ വരുന്ന എലിവേറ്റഡ് ഹൈവേയും കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ നമ്മുടെ വാഗാടിന് നന്ദി ആ ഒരു ദേശീയപാതയിൽ കിട്ടിയ വർക്ക് പോലെ തന്നെ അതിനേക്കാൾ വലിയ ടാസ്ക്കാണ് സത്യത്തിൽ. അപ്പോൾ നന്ദി കൊയിലാണ്ടി ദേശീയപാതയിൽ വാഗാടിന് കിട്ടിയതിനേക്കാൾ വലിയൊരു ടാസ്ക്കാണ് സത്യത്തിൽ ഈ ഒന്നാമത്തെ റീച്ചിലും രണ്ടാമത്തെ റീച്ചിലും ഒക്കെ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെയൊക്കെ വലിയ കൂറ്റൻ നമ്മളെ സൈഡ് വാളുകളാണ് വരുന്നത്. നമ്മൾ RE പാനലുകൾ നിർമ്മിച്ചുകൊണ്ടുള്ള അപ്രോച്ച് റോഡോട് കൂടിയിട്ടുള്ള സൈഡ് വാളുകളാണ് ഈ ഒരു പ്രദേശത്തൊക്കെ വരുന്നത്. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് അങ്ങോട്ട് ദേശീയപാതയുടെ വർക്ക് നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചട്ടഞ്ചാല് ടൗൺ ആ ഒരു ഭാഗത്താണുള്ള. ചട്ടഞ്ചാല് ടൗണിൽ ഇവിടെ അണ്ടർ പാസേജിൻ്റെ വർക്കൊക്കെ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ പുരോഗമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ അണ്ടർ പാസേജിൻ്റെ 6 വരിയുടെയും പില്ലറിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് ഗേഡർ സ്ഥാപിച്ച് കഴിഞ്ഞ് ഗേഡറിൻ്റെ മുകളിൽ ഷട്ടറിങ് വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇരു സൈഡുകളിലും നമ്മൾ അപ്രോച്ച് റോഡ് വാളുകൾ നിർമ്മിച്ചുകൊണ്ട് മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ട് ദേശീയപാത നിർമ്മിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു വർക്കാണ് ഈ ഒരു പ്രദേശത്ത് നടക്കാൻ ബാക്കിയുള്ളത്. ഈ ഒരു പ്രദേശത്തൊക്കെ RE പാനലുകൾ നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മണ്ണൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫസ്റ്റ് 1-2 പാനലുകൾ വെച്ച് ഉയർത്തിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഇനിയും പാനലുകൾ ഉയർന്നു വരേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ വർക്ക് ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ വടകര, അതേപോലെ കൊയിലാണ്ടി, അതേപോലെ തന്നെ നന്ദി, കൈനാട്ടി റീച്ചുകൾ അപേക്ഷിച്ച് നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് തന്നെ ഒരുപാട് വർക്കുകളുണ്ടെങ്കിൽ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. വടകര വാഗാടിനെ സംബന്ധിച്ചുള്ള ഏത് കാലത്ത് വർക്ക് എടുത്ത് ഏത് കാലത്ത് 2025 പൂർത്തിയാവും നമുക്ക്. ഇപ്പം നമ്മളെ ചട്ടഞ്ചാല് ടൗണിലുള്ള അണ്ടർ പാസേജാണ്. ഈ അണ്ടർ പാസേജിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ഇതിൻ്റെ ഗേഡറുകളൊക്കെ സ്ഥാപിച്ച് കഴിഞ്ഞു. അതിൻ്റെ മുകളിൽ ഷട്ടറിങ് വർക്കും കഴിഞ്ഞു. പിന്നെ അതേപോലെ തന്നെ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്രോച്ച് റോഡിൻ്റെ കുറേ ഭാഗങ്ങളിലൊക്കെ RE പാനലുകളൊക്കെ നിർമ്മിച്ച് ഇവിടെയൊക്കെ എക്സ്കവേഷൻ ചെയ്ത് RE പാനൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചട്ടഞ്ചാല് പ്രദേശം വരെയുള്ള ദേശീയപാതയുടെ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത പാർട്ടായിട്ട് മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളെ എല്ലാ സപ്പോർട്ട്, സൂപ്പർ താങ്ക്സ്, എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ടത് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.